എല്ലാവർക്കും ക്വിസ് ടിപ്സിലേക്ക് സ്വാഗതം. LSS പരീക്ഷയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സഹായകരമായ പരിസര പഠനത്തിൻ്റെ ചാപ്റ്റർ 1-ലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികൾ എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? മത്സ്യത്തിന് ജലത്തിലൂടെ സഞ്ചരിക്കാനുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതിൻ്റെ ചിറകിലൂടെ ശ്വാസം വലിക്കാൻ കഴിയുന്നു. അതിൻ്റെ വാല് അതിനെ നീന്താൻ സഹായിക്കുന്നു. തവളക്ക് കരയിലും വെള്ളത്തിലും ജീവിക്കാനുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വഴുവഴുപ്പുള്ള ശരീരം, അതിൻ്റെ നീളമേറിയ കാലുകൾ അതിനെ ചാടാൻ സഹായിക്കുന്നു. പരന്ന കാലുകൾ നീന്താൻ സഹായിക്കുന്നു. താറാവിന് വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അവരുടെ കാലുകൾ ശരീരത്തോട് ചേർന്നാണ് നിൽക്കുന്നത്. അവരുടെ ശരീരം തൂവൽ കൊണ്ട് മൂടിയതാണ്. താഴെ തന്നവ പൂരിപ്പിക്കൂ. വായു. ചെടികൾ വായുവിലൂടെ ശ്വസിക്കുന്നു. മണ്ണ്. സൂര്യപ്രകാശം. വായു. ചെടികൾ വായുവിലൂടെ ശ്വസിക്കുന്നു. മണ്ണ്. മണ്ണ് ചെടികൾക്ക് ജലവും പോഷകങ്ങളും നൽകുന്നു. സൂര്യപ്രകാശം. സൂര്യപ്രകാശം ചെടികളുടെ പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു. എന്താണ് അനുകൂലനം? ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകളെയാണ് അനുകൂലനം എന്ന് പറയുന്നത്. താഴെ പറയുന്ന സവിശേഷതകളുള്ള ജീവിയെ കണ്ടെത്തൂ. കൂർത്ത കൊക്ക്. കൂർത്ത നഖങ്ങളുള്ള കാലുകൾ കൊണ്ട് തൻ്റെ ഇരയെ പിടിക്കുന്നു. ഉത്തരം പരുന്ത്. വിത്ത് മുളക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം ഏതാണ്? പിന്നീട് അത് എന്തിലേക്കാണ് വളരുന്നത്? ബീജമൂലം. പിന്നീട് അത് ചെടിയുടെ വേരാകും. ബീജമൂലത്തിന് ശേഷം വരുന്ന ഭാഗം ഏതാണ്? പിന്നീട് അത് ചെടിയുടെ എന്തായി വളരും? ബീജശീർഷം. പിന്നീട് അത് ചെടിയുടെ തണ്ടായി വളരും. എവിടെ നിന്നാണ് വളരുന്ന വിത്തിന് ഭക്ഷണം ലഭിക്കുന്നത്?
ഉത്തരം ബീജപത്രം.